ഹലോ, എല്ലാവർക്കും ക്രിയേറ്റീവ്സിൻ്റെ പുതിയൊരു സാരി ട്രിപ്പിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഷിഫോൺ സാരി എങ്ങനെ ഷേപ്പിലും ഭംഗിയായിട്ട് ഉടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ലെയറായിട്ട് നമ്മൾ എങ്ങനെ ഭംഗിയിൽ ഉടുക്കാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാരി കണ്ടോളൂ, ഇതാണ് നമ്മുടെ സാരി. ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട്, നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാരിയുടെ എൻ്റെ ഭാഗം നോട്ട് ഇടാനായിട്ട് മറക്കരുത്, കാരണം ഇതുപോലുള്ള സാരീസ് ഇഴുകി വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സാരിയുടെ എൻ്റെ ഭാഗത്ത് ഒരു നോട്ട് ഇടുക, അതിന് ശേഷം സാരി പാവാടയിൽ റൈറ്റ് ഭാഗം ടക്ക് ചെയ്യാം. ടക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് മോൾ ഭാഗം ഒന്ന് മടക്കിയിട്ട് സാരി പാവാടയിൽ ടക്ക് ചെയ്ത് നമ്മൾ ആദ്യം ടക്ക് ചെയ്ത് റൈറ്റ് ഭാഗം വരെ കുത്തി കൊടുക്കുക, എന്നിട്ട് നിർത്തുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മുന്താണിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മുന്താണി ഭാഗം കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള സാരീസ് നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ പ്ലീറ്റ്സ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടുമ്പോൾ അത് പൊന്തി നിൽക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 6-7 പ്ലീറ്റ്സിലൊക്കെ നിർത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് ഞാനിവിടെ 6 പ്ലീറ്റ്സാണ് എടുത്തേക്കുന്നത്. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം പ്ലീറ്റ്സൊക്കെ ഒന്ന് 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹെവി ആയിട്ടുള്ള സാരീസിന് നമുക്ക് ചെറിയ പിൻസൊന്നും പറ്റില്ല എന്നറിയാലോ. കുറച്ച് വലിയ പിൻസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മുന്താണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആവശ്യത്തിന് ഇറക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് അത് സാരിയുടെ ബ്ലൗസിലോട്ട് ഷോൾഡറിൽ കുത്തി കൊടുക്കുക. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ ബോർഡറിൻ്റെ ഭാഗം ഫ്രണ്ടിലോട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വലിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം സാരി പാവാടയും വലിച്ചു പിടിച്ച ഭാഗം കൂടി കൂട്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രണ്ടിലെ പ്ലീറ്റ്സാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി വരുന്നത്. അപ്പം ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറച്ച് വണ്ണമുള്ളൊരു ഷേപ്പുള്ളവരൊക്കെ ആണെങ്കിൽ സിംഗിളായിട്ട് അതായത് ഒരു സാരി പാവാട എടുത്താൽ മതിയാവും. പക്ഷേ ഒട്ടും വണ്ണമില്ലാത്തവരൊക്കെ ആണെങ്കിൽ 2 സാരി പാവാട എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലും നല്ല ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ആദ്യത്തെ പ്ലീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 2 പ്ലീറ്റ്സ് വിട്ടിട്ട് ആദ്യത്തെ പ്ലീറ്റ് മാത്രം കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലുതാക്കി എടുക്കുമ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ ആദ്യത്തെ പ്ലീറ്റ് മാത്രം മാറിക്കിടക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇനി നമ്മൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഷിഫോൺ സാരീസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അഴിഞ്ഞു പോകാതെ കുറച്ച് ടൈറ്റായിട്ട് സാരി പാവാട കെട്ടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം നാവലിന് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. എടുത്തിരിക്കുന്ന പ്ലീറ്റ്സൊക്കെ കൂടി കൂട്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ താഴോട്ടുള്ള ഇറക്കമൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി റൈറ്റ് ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ പിൻ കുത്തിയില്ലേ, ആ ഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം റൈറ്റ് ഭാഗത്തോട്ട് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അതുകൂടി സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത ഭാഗം ബാക്കിലോട്ട് വലിച്ച് സാരി പാവാടയിലോട്ട് തന്നെ ടക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഷേപ്പ് നല്ലപോലെ കിട്ടാൻ വേണ്ടി മുന്താണി ഭാഗം ഒന്ന് വലിച്ച് കുത്തുക സാരിയുടെ ബ്ലൗസിലോട്ട്, എന്നാലാണ് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സാരി എടുത്ത് കഴിഞ്ഞു, നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ്സോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി പ്ലേറ്റ്സ് കഴുത്തിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേറ്റ് ഒന്ന് താഴോട്ട് വലിക്കുക. എന്നിട്ട് ബ്ലൗസിനോട് കൂട്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് കയറി കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വരില്ല, ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ഫ്രണ്ടിലെ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ സാരി ഉടുക്കൽ ഇവിടെ കഴിഞ്ഞേക്കാണ്.
അപ്പോൾ നമുക്കിനി സിംഗിൾ ലെയർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്ലീറ്റ്സ് റിമൂവ് ചെയ്തിട്ട് 1 ലെയറിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്ലീറ്റ് മാത്രം ലെഫ്റ്റ് സൈഡ് ബ്ലൗസിലോട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ബാക്കി ഭാഗം ഇതുപോലെ വിടുക. അപ്പോൾ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ താഴോട്ട് വീണെടുക്കില്ല. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് ഭാഗത്തു നിന്ന് 1 by 1 ആയിട്ട് ഞാനൊരു 4 പ്ലേറ്റ്സോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ 1-2 പ്ലേറ്റ്സൊക്കെ എടുക്കുള്ളൂ. അതൊന്ന് വലിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇപ്പോൾ ബോർഡർ സാരിയൊക്കെ ആണെങ്കിൽ ബോർഡർ കറക്റ്റായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം സാരി ബ്ലൗസിലിട്ട് പ്ലീറ്റ്സ് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് മേളിൽ കൂടെ തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മേളിൽ കൂടെ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, ആ ഭാഗം എന്തായാലും കവറായി പോകും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഷേപ്പ് കിട്ടുക കേട്ടോ. ഇനി ഈ 1 ലെയർ ഒന്ന് ഭംഗിയായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാരി ഡ്രിപ്പിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.